സ്വർഗരാജ്യം തൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് വേലക്കാരെ വിളിച്ചാക്കേണ്ടതിന് പുലർച്ചയ്ക്ക് പുറപ്പെട്ടതായ ഒരു വീട്ടുടയവനോട് സദൃശം. മത്തായി എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 1-ാം വാക്യം. അനുഗ്രഹിക്കപ്പെട്ട ഒരു പുലർച്ച യാമത്തെ കാണുവാൻ ഈ പ്രഭാതത്തിൽ കർത്താവ് നമ്മെയും സഹായിച്ചതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നോക്കൂ, കർത്താവ് പറഞ്ഞതായ ഉപമകൾ, പ്രത്യേകാൽ സ്വർഗരാജ്യത്തെക്കുറിച്ച് പറഞ്ഞതായ ഉപമകൾ ധാരാളമുണ്ട്. അതിൻ്റെ എല്ലാം പിന്നിൽ കർത്താവിനൊരു ഉദ്ദേശമുണ്ടായിരുന്നു. ഈ ഉപമകളൊക്കെയും വായിക്കുകയും കേൾക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നവരുടെ ഹൃദയത്തിലേക്ക്, ഭവനത്തിലേക്ക്, വ്യക്തികളിലേക്ക് എല്ലാം സ്വർഗരാജ്യം കടന്നു വരണം. അവരുടെ കടന്നു വരിക മാത്രമല്ല, അവരുടെ ഭവനത്തിൽ, ജീവിതത്തിൽ, കുടുംബത്തിൽ, കുഞ്ഞുങ്ങളുടെ ഇടയിലെല്ലാം സ്വർഗരാജ്യം സ്ഥാപിതമാകണം. വളരെ ശക്തിയോടുകൂടി മനുഷ്യ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ അതിജീവിച്ച് ഏത് സാഹചര്യത്തിലുള്ളവരുടെയും ഹൃദയത്തിലേക്ക്, ഭവനത്തിലേക്ക്, അവരുടെ പ്രാപ്തിയിലേക്കും അപ്രാപ്തിയിലേക്കും, ബലത്തിലും ബലഹീനതയിലും അവരുടെ ഹൃദയത്തിലേക്ക് ഇരച്ചു കയറി ശക്തിയോടെ സ്ഥാപിതമാകുന്നതായ ഒരു ഉപമയാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. കർത്താവ് രണ്ട് കൂട്ടരെ ആ ഉപമയിൽ കൂടെ നമ്മുടെ മുൻപിൽ പ്രത്യക്ഷമാക്കുന്നു. നമുക്കൊന്ന് നോക്കാം. ഒന്ന്, പുലർച്ചയ്ക്ക് വേലക്കാരെ വിളിക്കുവാൻ പുറപ്പെട്ടതായ വീട്ടുടയവൻ. രണ്ട്, പുലർച്ചയ്ക്ക് ജോലി അന്വേഷിച്ചിറങ്ങിയതായ വേലക്കാർ. രണ്ടു കൂട്ടരും പുലർച്ചെ പുറപ്പെട്ടു. വീട്ടുടയവന് പുറപ്പെടുന്നതിന് മുമ്പ് ചില ഉദ്ദേശങ്ങളുണ്ടായിരുന്നു, ചില തീരുമാനങ്ങളുണ്ടായിരുന്നു. ഞാൻ വിളിക്കുന്നവർക്കെല്ലാം ഒരേ ശമ്പളം ഫിക്സായിട്ട് കൊടുക്കണം. അവൻ താമസിച്ച് വന്നെങ്കിലും നേരത്തെ വന്നെങ്കിലും സാരമില്ല. പ്രാപ്തിയുള്ളവനാണെങ്കിലും പ്രാപ്തിയില്ലാത്തവനാണെങ്കിലും, ബലഹീനനാണെങ്കിലും ബലമുള്ളവനാണെങ്കിലും, അല്ലെങ്കിൽ ശേഷിയുള്ളവനാണെങ്കിലും ശേഷിയില്ലാത്തവനാണെങ്കിലും എന്തുമായിക്കൊള്ളട്ടെ, ഞാൻ വിളിച്ചാക്കുന്നവർക്കെല്ലാവർക്കും, എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വരുന്നവർക്കെല്ലാം ഒരേ ശമ്പളം, മാന്യമായ ശമ്പളം കൊടുക്കണം. അവരെല്ലാം മാനിക്കണം. അവരെല്ലാം ഒന്നായി എനിക്ക് കാണുവാനുള്ളതായ ഒരു കഴിവുണ്ടാകണം. ഇതൊക്കെ ആ വീട്ടുടമ ചിന്തിച്ചു കൊണ്ടാണ് പുലർച്ചയ്ക്ക് ഇറങ്ങിയത്. പുലർച്ചയ്ക്ക് താൻ കണ്ട ചില വേലക്കാരെ അവൻ മുന്തിരിത്തോട്ടത്തിലേക്ക് പറഞ്ഞയച്ചു. എന്നാൽ പുലർച്ചയ്ക്ക് ഇറങ്ങിയവരെ വിളിച്ചല്ലോ എന്ന് വിചാരിച്ച് വീട്ടുടയവൻ വീട്ടിലേക്ക് പോയില്ല. വീണ്ടും 9-ാം മണി നേരത്ത്, 6-ാം മണി നേരത്ത്, 11-ാം മണി നേരത്ത്, ഈ സമയങ്ങളിലൊക്കെ താൻ ഇറങ്ങി ഇങ്ങനെ ചുറ്റി നടക്കുക. വീണ്ടും വീണ്ടും ചിലരൊക്കെ ആരും വിളിക്കാത്തവർ കാണും, പ്രാപ്തിയില്ലാത്തവർ കാണും. മുടന്തന്മാരും രോഗികളും ബലഹീനരും വീട്ടിൽ പ്രയാസങ്ങളുള്ളവരൊക്കെ, പ്രാരാബ്ദങ്ങളുള്ളവരൊക്കെ കാണുമായിരിക്കാം. അവരെ തള്ളിക്കളയരുത്, അവരെയും എനിക്ക് വിളിക്കണം എന്നൊക്കെ വിചാരിച്ചും കൊണ്ട് പുറപ്പെട്ട് ചുറ്റി സഞ്ചരിക്കുന്നതായ ഒരു വീട്ടുടയവൻ, ഇല്ലെങ്കിൽ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടയവൻ. മറുഭാഗത്ത് അതിരാവിലെ ജോലി അന്വേഷിച്ചിറങ്ങിയതായ ഒരു കൂട്ടം വേലക്കാർ. അവരിൽ പ്രാപ്തരുണ്ട്, പ്രാപ്തിയില്ലാത്തവരുണ്ട്, രോഗികളും ബലഹീനരുമുണ്ട്, ആർക്കും വേണ്ടാത്തവരുണ്ട്, ആരും വിളിക്കാത്തവരുണ്ട്. ആരും വിളിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു പോകുവാൻ അവർക്ക് സാധിക്കുകയില്ല. സാധാരണയായി ഒരു 9-ാം മണി നേരം വരെ ആരും ജോലിക്ക് വിളിച്ചില്ലെങ്കിൽ ജോലിക്കാർ വീട്ടിലേക്ക് വെറും കൈയോടെ പോവുക പതിവാണ്. എന്നാൽ ഈ വേലക്കാരെ സംബന്ധിച്ചിടത്തോളം കർത്താവ് അവിടെ കാണിക്കുന്നത് 11-ാം മണി വരെ, ഇപ്പോഴല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും ഒരാൾ വരും, എനിക്ക് വെറും കൈയോടെ എൻ്റെ ഭവനത്തിലേക്ക് പോകാൻ കഴിയില്ല, പ്രാരാബ്ദങ്ങളുണ്ട്, കുഞ്ഞുങ്ങളും ഭാര്യയും മാതാപിതാക്കളും വേണ്ടപ്പെട്ടവരും സഹോദരങ്ങളൊക്കെ വീട്ടിൽ കാത്തിരിക്കുകയാണ്, എന്തെങ്കിലും ഞാൻ കൊണ്ടുചെല്ലും എന്ന് വിചാരിച്ച് അവർ കാത്തിരിക്കുകയാണ്. ഇത്രയും താമസിച്ച് പോയതുകൊണ്ട് എനിക്കൊരു ഫുള്ളായിട്ടുള്ള അല്ലെങ്കിൽ മുഴുവനായിട്ടുള്ള ഒരു വേതനം കിട്ടിയില്ലെങ്കിലും സാരമില്ല, എന്തെങ്കിലും കിട്ടട്ടെ, എന്തെങ്കിലും അല്പമെങ്കിലും എനിക്ക് കിട്ടുമല്ലോ, ആരെങ്കിലും എന്നെ വിളിക്കും, ആരെങ്കിലും വന്ന് ഞങ്ങളെ കാണുമ്പോൾ ഞങ്ങളുടെ നിർധനാവസ്ഥ മനസ്സിലാക്കി ഞങ്ങളെ ജോലിക്ക് വിളിക്കുമെന്നുള്ളതായ ഒരു പ്രത്യാശയോടുകൂടെ അവർ അവിടെ ഇവിടായി ചുറ്റി സഞ്ചരിക്കുന്നു. വഴിയരികിൽ നിന്നവരോട് ആ വീട്ടുടയവൻ ചോദിക്കുന്നു, നിങ്ങൾ എന്തിനു മെനക്കെടുന്നു? അവർ പറയുന്നു, ഇതുവരെയും ഞങ്ങളെ ആരും വിളിച്ചില്ല. ജോലിക്ക് പലരെയും വന്ന് വിളിക്കുന്നുണ്ട്, പലരും വരുന്നുണ്ട്. ഞങ്ങൾ പല യജമാനന്മാരുടെയും മുഖത്ത് ഞങ്ങളെ കണ്ണിലേക്ക് നോക്കുന്നുണ്ട്. ഞങ്ങളോട് മനസ്സലിഞ്ഞവർ ആരുമില്ല. അവർ കുറേ പേരെ, അവർക്ക് ഇഷ്ടപ്പെട്ടവരെ, ആരോഗ്യമുള്ളവരെയൊക്കെ വിളിച്ചു കൊണ്ടുപോയി. ഞങ്ങൾ ലേറ്റായി, ഞങ്ങൾക്കിനിയും പ്രത്യാശയില്ല. ചന്തസ്ഥലത്ത് നിന്നവരോടൊക്കെ കർത്താവ് ചോദിച്ചു, നിങ്ങളിവിടെ മെനക്കെട്ട് നിൽക്കുന്നത് എന്താ?
അവർ കൊടുത്തതായ മറുപടി, ഞങ്ങളെ ആരും ജോലിക്ക് വിളിക്കുന്നില്ല. അവർ അപ്രാപ്തരാണ്, ബലഹീനരാണ്. വിളിക്കുവാൻ വന്ന വീട്ടുടയവന്മാരും തൊഴിലുടമകളുമൊക്കെ ഈ ജോലിക്കാരെ കാണുമ്പോൾ പ്രാപ്തിയുള്ളവരാണോ, ആരോഗ്യമുള്ളവരാണോ എന്നൊക്കെ നോക്കും. ആ ജോലി ചെയ്യുവാനുള്ളതായ കഴിവുകളെക്കുറിച്ച് അവരുടെ ഹൃദയത്തിൽ, അവരുടെ നോട്ടത്തിൽ അവർക്കൊരു കണക്കൂട്ടൽ കാണും. എന്നാൽ ഈ വീട്ടുടയവൻ, കർത്താവ് പറഞ്ഞതായ വീട്ടുടയവൻ, അവൻ്റെ മുൻപിൽ കഴിവും കഴിവുകേടുകളും ഒരു പ്രശ്നമല്ല. രോഗിയും ആരോഗ്യമുള്ളവനും ഒരു പ്രശ്നമല്ല. കഴിവ് അല്ലെങ്കിൽ പ്രാപ്തിയുള്ളവനും ജ്ഞാനമുള്ളവനും ജ്ഞാനമില്ലാത്തവനും എന്നുള്ള ഒരു പ്രശ്നമില്ല. ജോലിക്കാരാണോ, ആരും വിളിച്ചില്ലേ, ഞാൻ നിന്നെ വിളിക്കുവാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അതിനുശേഷം അവരുടെ സംഗമം വൈകിട്ട് ജോലി കഴിഞ്ഞ് എല്ലാവരും വീട്ടിലേക്ക് പോകുമ്പോൾ കർത്താവ് പല കാര്യങ്ങൾ അവിടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആദ്യം ഇറങ്ങിയവർക്ക് വലിയൊരു പ്രതീക്ഷ. അവർക്ക് യഥാർത്ഥമായി അവർ പ്രതീക്ഷിക്കേണ്ടത് കർത്താവ് അവരോട് പറഞ്ഞതായ ഒരു ദിനാർ അല്ലെങ്കിൽ ഒരു കാശ് അല്ലെങ്കിൽ കർത്താവ് അവരോട് പറഞ്ഞതായ ഒരു തുക മാത്രമാണ്. എന്നാൽ ലേറ്റായി, അവസാനമായി, വളരെ താമസിച്ച് വന്ന കഴിവില്ലാത്ത ചില വേലക്കാരെ അവർ കണ്ടപ്പോൾ, ഞങ്ങൾ ഇവരെക്കാളും ശ്രേഷ്ഠരാണ്, അതുകൊണ്ട് ഇവർക്ക് കൊടുക്കുന്നതിനേക്കാൾ മെച്ചമായി ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നുള്ളതായ ഒരു പ്രതീക്ഷ. അനേക കാര്യങ്ങൾ ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കുന്നതായ, നമ്മുടെ ഹൃദയത്തെ കവരുന്നതായ, നമ്മുടെ മനസ്സിനെ കവരുന്നതായ ഒരുപാട് ചിന്തകൾ കൂട്ടിക്കലർത്തി കർത്താവ് പറഞ്ഞതായ ഒരു ഉപമ. എങ്കിലും യേശു പറഞ്ഞതായ വീട്ടുടമ അല്ലെങ്കിൽ ആ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമയ്ക്ക് ചില പ്രത്യേകത. താൻ തീരുമാനിച്ചതെന്തോ അത് തന്നെ നടപ്പാക്കും. എല്ലാവരെയും ഒന്നായി കാണുവാനുള്ളതായ ഒരു സന്മനസ്, എല്ലാവർക്കും ഒരേ കൂലി, താമസിച്ചു വന്നവനും പ്രാപ്തിയുള്ളവനും ആരോഗ്യമുള്ളവനും ഇല്ലാത്തവർക്കും രോഗികളായവർക്കും എല്ലാവർക്കും ഒരേ കൂലി. കാരണം ആ വീട്ടുടയവൻ ഒരു കാര്യം മനസ്സിലാക്കുന്നു, അവൻ്റെ ഭവനത്തിൽ അവനെ പ്രതീക്ഷിച്ച് ഇരിക്കുന്നതായ കുഞ്ഞുങ്ങളുടെ കണ്ണുനീർ, പ്രതീക്ഷ. അവരുടെ ഭവനത്തിൽ ഇദ്ദേഹത്തെ വളരെ നാളായി ആരും ജോലിക്ക് വിളിക്കാറില്ല. ജോലിക്ക് വിളിച്ചില്ലെന്നും പറഞ്ഞ് അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങിപ്പോവുക, അങ്ങനെ ഒരു ഇതുമില്ല. അവന് ജോലി വേണം, ആരെങ്കിലും എന്നെ വിളിക്കുന്നിടം വരെയും കാത്തിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ, അല്ലെങ്കിൽ ഇപ്പോഴല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും വരും, കുറച്ച് പൈസയെങ്കിലും തന്നും കൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടുവാൻ തക്കവണ്ണം എൻ്റെ ഭവനത്തിലേക്ക് കുഞ്ഞുങ്ങളുടെ മുൻപിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കൊണ്ടു പോകുവാൻ, എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഒന്ന് കിട്ടുവാൻ അത് കാരണമാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നവർക്ക് ഇതാ കർത്താവ് ഒരു പ്രതീക്ഷ നൽകുകയാണ്, മഹത്തായ പ്രതീക്ഷ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ഈ തലങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ സന്ദേശം ഇറങ്ങി വരുമ്പോൾ അനേക കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്നതായ പ്രതിസന്ധികളെ, പോരായ്മകളെ, അനുഗ്രഹങ്ങളെ, ഇല്ലായ്മകളെ, ദാരിദ്ര്യങ്ങളെ എല്ലാം നമ്മുടെ മുൻപിൽ എടുത്തു കാണിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥ പലപ്പോഴും നമ്മെ ആർക്കും വേണ്ടാത്തവരായിരുന്നു. ആരും നമ്മളെ വിളിച്ചിരുന്നില്ല, നമ്മളെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അവരുടെ വേലസ്ഥലങ്ങളിൽ നമ്മളെ വിളിക്കാഞ്ഞത് കൊണ്ട് നമുക്ക് വീട്ടിൽ തിരിച്ചു പോകുവാൻ കഴിയില്ല. കാരണം ദാരിദ്ര്യത്തിലും പ്രയാസത്തിലും ആവശ്യങ്ങളുടെ മുഖത്ത് ഭാരപ്പെട്ട് കണ്ണുനീരൊഴുക്കുന്നതായ കുടുംബം അവിടെ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അതുകൊണ്ട് കയ്യും മലർത്തി വീട്ടിലേക്ക് പോകുവാൻ കഴിയാത്തതായ ഒരവസ്ഥ. എന്ത് പ്രതിസന്ധിയിലും എന്തെങ്കിലും കിട്ടുന്നതിന്, ഏതെല്ലാം പ്രയാസങ്ങളാണെങ്കിലും ശരി, എന്തെങ്കിലും ചെയ്ത് എൻ്റെ ഭവനത്തിലേക്ക് എന്തെങ്കിലും കൊണ്ടുപോകുവാൻ ഒരു പ്രതീക്ഷയ്ക്ക് വക തേടി അലയുന്നതായ ജീവിതങ്ങൾ, അവരുടെ എല്ലാം മുഖത്തിന്, അവരുടെ എല്ലാം ഹൃദയത്തിന് ഒരു സന്തോഷം നൽകുന്നതായ ഒരു സന്ദേശം കർത്താവ് സ്വർഗരാജ്യത്തിൽ കൂടെ അവരുടെ മുൻപിലേക്ക് വിതയ്ക്കപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. ആ വിതച്ച വിത്ത് അനേകരുടെ ഹൃദയങ്ങളെ വശീകരിച്ചു, അനേകരുടെ ജീവിതങ്ങളെ വ്യത്യാസപ്പെടുത്തി, അനേകരുടെ ഹൃദയത്തിൻ്റെ അവരുടെ സ്വഭാവത്തിന് വ്യത്യാസമുണ്ടാക്കി. മനുഷ്യൻ എല്ലാവരെയും ഒന്നായി കാണുവാൻ, മറ്റുള്ളവരെ എന്നേക്കാൾ ശ്രേഷ്ഠനായി കാണുവാൻ, ദൈവവും അവനുമായിട്ടുള്ള ബന്ധത്തിൽ ഉറച്ചു നിൽക്കുവാൻ, ജീവിതത്തിൻ്റെ ശ്രേഷ്ഠതയും നീതിയുടെ മുഖത്തെയും സ്വർഗരാജ്യം മനുഷ്യനിൽ കൂടെ പ്രതീക്ഷിക്കുന്ന നീതിപൂർണമായ ഒരു മനോഭാവത്തെ മനസ്സിലാക്കുവാൻ കാണാം. അവൻ്റെ ഹൃദയം പ്രകാശിപ്പിക്കപ്പെട്ടു. ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മുടെ ഹൃദയം പ്രകാശിപ്പിക്കപ്പെടേണ്ടതിന് അനേകം പ്രാവശ്യം നാം കേൾക്കുകയും വായിക്കുകയും ചെയ്ത വചനമെങ്കിലും ഒരു പ്രാവശ്യം കൂടെ പുലർച്ചെ നമ്മെ തേടി വരികയാണ്. ജീവിതത്തിൻ്റെ ആരംഭങ്ങളിൽ, ജീവിതത്തിൻ്റെ മധ്യാഹ്നത്തിൽ, ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ, ജീവിതത്തിൻ്റെ യൗവനകാലങ്ങളിൽ ഒക്കെ
നമ്മുടെ ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കുന്ന അനേക വേദനാജനകമായ പ്രതീക്ഷകൾ, ഉത്തരം കിട്ടാത്തതായ ആവശ്യങ്ങൾ, അല്ലെങ്കിൽ ഒരു നിവൃത്തിയും തുറക്കപ്പെടാത്ത വാതിലുകളെ, അടഞ്ഞുകിടക്കുന്ന വാതിലുകളുടെ മുൻപിൽ കണ്ണീരൊഴുക്കുന്ന ജീവിതങ്ങളോട് കർത്താവിന് സംസാരിക്കുവാൻ ഈ പ്രഭാതത്തിൽ ഈ ഉപമയിൽ കൂടെ കർത്താവ് സന്ദേശം കാണുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ഒരു സന്ദേശം കാണുന്നു. നിന്റെ ജീവിതത്തിൽ നിന്നെ ആവശ്യം സ്വർഗത്തിനുണ്ട്. സ്വർഗം നിനക്ക് വേണ്ടി കൽപ്പിക്കുന്നതായ വില, നിനക്ക് വേണ്ടി കൽപ്പിക്കുന്നതായ ശമ്പളം മറ്റുള്ളവരെക്കാൾ ഒട്ടും കുറഞ്ഞതല്ല. നിന്റെ ഹൃദയത്തിൽ നിന്റെ ആവശ്യങ്ങളെ, അല്ലെങ്കിൽ നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതായ, നിന്റെ ഹൃദയത്തിൽ സമൃദ്ധി കൊണ്ടുവരുന്നതായ ഒരനുഭവം വൈകുന്നേരത്ത് കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. അവൻ വിളിച്ചവൻ വിശ്വസ്തൻ. നിന്നോട് പറഞ്ഞൊത്തിരിക്കുന്നതായ ആ വേതനം നിനക്ക് തരുന്നവരിൽ നേരത്തെ വന്നവർക്ക് കൊടുക്കുന്ന അതേ വേതനം വളരെ താമസിച്ച് വരുന്ന നിന്നോടും തരുവാൻ, നിന്നെ കരുതുവാൻ, നിന്നെ സ്നേഹിപ്പാൻ സ്വർഗത്തിന് സമ്മതമായിരിക്കുന്നു. ഈ ദൈവത്തെ സ്നേഹിപ്പാൻ, ഈ കർത്താവിനെ സ്നേഹിപ്പാൻ, ഈ സ്വർഗരാജ്യത്തിൻ്റെ പങ്കാളികളായി നമുക്ക് തീരുവാൻ നമുക്ക് ജീവിതത്തിൽ ഭാഗ്യം ലഭിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഭവനത്തിൽ വന്നിട്ടുള്ളതായ പ്രകാശത്തിൽ ഏറ്റവും വലിയൊരു പ്രകാശമായിരിക്കും. അനുഗ്രഹത്തിൻ്റെ വാതിലുകളായിരിക്കും, അനുഗ്രഹത്തിൻ്റെ സന്ദേശമായിരിക്കും. ഈ സന്ദേശം നമ്മുടെയും നമ്മുടെ ജീവിതത്തെ ആകർഷിക്കുമെങ്കിൽ, വശീകരിക്കുമെങ്കിൽ നാം, നമ്മുടെ തലമുറകളും ജീവിതത്തിൽ ഒരിടത്തും പരാജിതരാകുകയില്ല. ദൈവരാജ്യത്തിൻ്റെ, സ്വർഗരാജ്യത്തിൻ്റെ മുഖത്തെ നാമും ഘോഷിക്കുന്നവരായി ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയം പ്രകാശിപ്പിക്കപ്പെടുന്നതിനിടയായിത്തീരും. അങ്ങനെയുള്ള ഒരു പ്രകാശം ഈ പ്രഭാതത്തിൽ, ഈ പുലർച്ചയിൽ ദൈവസന്നിധിയിൽ നമുക്ക് ലഭിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.